ഇന്ന് നമ്മളെ കൂടെ ഇന്റർവ്യൂലുള്ളത് ഒരു പേനാണ്. നമുക്ക് പേൻ്റെ അടുത്ത് പേൻ്റെ വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയാം. ഹലോ ഹലോ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല. ഇപ്പൊ ആരുടെ തലയിലാണ് താമസിക്കുന്നത്? ഞാനിപ്പോ ഒരു പെൺകുട്ടിയുടെ തലയിലാണ്. പേര് ദിജ എന്നാണ് ആ കൊച്ചിന്റെ. ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട് ചില ഷാംപൂസും സോപ്പൊക്കെ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ആ പേങ്ങളെ കൊന്ന് കളയാം എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ കുട്ടി അത് കണക്ക് എന്തെങ്കിലും തലയിലെ പേന കൊല്ലാൻ വേണ്ടിയിട്ട് ഷാംപൂവോ സോപ്പോ യൂസ് ചെയ്തിട്ടുണ്ടോ? അത് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടോ? അങ്ങനെ ഷാമ്പൂന്റെ പ്രശ്നമൊന്നും ഉണ്ടാവാറില്ല. ആ കുട്ടി അങ്ങനെ ഷാമ്പൂ ഒന്നും യൂസ് ചെയ്യാറില്ല. പിന്നെ ഇടയ്ക്കൊക്കെ ഷാമ്പൂ ഒക്കെ യൂസ് ചെയ്യും. പക്ഷെ അത് ഞങ്ങൾ ഏക്കുന്ന കാര്യമില്ല. ഞങ്ങൾ ബ്ലഡ് സ്റ്റെയിൻ ഒക്കെ ഉണ്ടല്ലോ, ഞങ്ങളിങ്ങനെ ബ്ലഡ് കുടിക്കുമ്പോൾ ഞങ്ങളെ പുറത്തെ കുറച്ച് ബ്ലഡ് സ്റ്റെയിൻ ഒക്കെ പറ്റും. അപ്പൊ അതൊക്കെ കഴുകി കളയുന്ന തന്നെ ഈ ഷാമ്പൂ യൂസ് ചെയ്യുമ്പോഴാണ്. ഷാമ്പൂ ഞങ്ങളുടെ ഒരു ഫ്രണ്ട് പോലെയാണ്. ഷാമ്പൂ കിട്ടുമ്പോൾ നല്ല മണം കിട്ടും. ഞങ്ങളുടെ ബോഡിയൊക്കെ നല്ല മണമാണ്. ഞങ്ങൾക്ക് ഷാമ്പൂ ഇഷ്ടമാണ്. ഇവരൊക്കെ വിചാരിക്കുന്നത് ഞങ്ങൾ ഷാമ്പൂ ഇടുമ്പോൾ ഞങ്ങളങ്ങ് മരിക്കുമെന്ന്. നല്ലതാണ് ഷാമ്പൂ. സോപ്പ് ഈ മനുഷ്യരെ കണ്ണെരിയുന്ന പോലെ തന്നെ ഞങ്ങൾക്ക് ചെറുതായിട്ടൊന്ന് കണ്ണെരിയും, അത്രേ ഉള്ളൂ. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ഞാൻ കേട്ടിട്ടുണ്ട് ഈ ഈര് പൊട്ടിയിട്ടാണ് പേൻ ഉണ്ടാവുന്നതെന്ന്. അതിലെന്തെങ്കിലും സത്യമുണ്ടോ? അതെ, ഈര് പൊട്ടി തന്നെയാണ് പേൻ ഉണ്ടാവുന്നത്. അതൊരു സത്യമായിട്ടുള്ള കാര്യമാണ്. ഈര് പൊട്ടി തന്നെയാണ് പേൻ ഉണ്ടാവുന്നത്. ഈ ഒരുപാട് പേനുള്ള ആൾക്കാരുടെ അടുത്ത് കിടക്കുകയോ അവരുടെ തല ഇങ്ങനെ തട്ടിച്ച് വെക്കുകയോ ചെയ്യുമ്പം അവരുടെ തലയിലുള്ള പേന് നമ്മളെ തലയിലേക്ക് കയറാന്നുള്ള കാര്യങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. അതിലെന്തെങ്കിലും സത്യമുണ്ടോ? പരദൂഷണക്കാര് പറഞ്ഞുണ്ടാക്കുന്നത് അങ്ങനെയൊന്നും അല്ല. അങ്ങനെ പിന്നെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു തലയുണ്ടെങ്കിൽ ഞങ്ങൾ അവിടെ തന്നെ നിൽക്കും. അല്ലാതെ വഴി കൂടെ പോണവരുടെ തലയിലൊന്നും ഞങ്ങൾ ചാടി കയറാറൊന്നുമില്ല. അതൊക്കെ ചുമ്മാതെയാണ്. മിനിമം നിങ്ങൾക്ക് എത്ര പേർക്ക് ഒരു തലയിൽ താമസിക്കാൻ പറ്റും? മിനിമം 1,00,000 പുറത്ത് ആൾക്കാർ വരെ താമസിക്കാം. 1,00,000 വരെയൊക്കെ താമസിക്കാം. അതിന് പ്രത്യേകിച്ച് ലിമിറ്റ് ഒന്നുമില്ല. പിന്നെ ഓരോരുത്തരും മരിക്കുന്ന അനുസരിച്ചൊക്കെ അല്ലേ. 1,00,000 വരെയൊക്കെ താമസിക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും പാൻഡമിക് സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ടോ? പാൻഡമിക് സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. നമ്മള് കോവിഡ് വന്നപ്പോൾ എല്ലാവർക്കും ഒരു പാൻഡമിക് സിറ്റുവേഷൻ ആയ പോലെ തന്നെ ഞങ്ങൾക്കും പാൻഡമിക് സിറ്റുവേഷൻ ആയിരുന്നു. കാരണം കോവിഡ് സമയത്ത് എല്ലാവരും വീട്ടിൽ ഇരിക്കുകയെന്ന് ആയതുകൊണ്ട് വീട്ടമ്മമാരെല്ലാം ഞങ്ങളെ എന്നും ഡെയിലി പിള്ളേരുടെ തലയിലതെല്ലാം വാരിപ്പറക്കി ചീപ്പി കൊല്ലുമായിരുന്നു. ഡെയിലി ഞങ്ങൾക്ക് ഒരു 10,000-10,000 പേരെ വെച്ച് ഒരാളുടെ തലയിൽ നിന്ന് തന്നെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ രീതിയിലാണ് വീട്ടമ്മമാരെ ഇരുന്ന് കൊല്ലും പേങ്ങളെല്ലാം. അപ്പൊ ഞങ്ങൾക്ക് ഒരുപാട് ആൾക്കാരെ, ഞങ്ങളെ കൂടപ്പിറപ്പുകൾ ഒരുപാട് പേരെ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞങ്ങൾ ഓരോ തലയിൽ ഇത്ര ആൾക്കാർ മിനിമം എണ്ണം വേണമെന്നുണ്ട്. ഞങ്ങൾ സർവേ ഒക്കെ എടുക്കുന്നുണ്ട്. ഇത്ര തലയിൽ ഇത്ര പേരില്ലെങ്കിൽ അതിനുവേണ്ടി ഞങ്ങൾ ഫൈനൊക്കെ അടപ്പിക്കും. അപ്പോഴത്തേക്ക് ആൾക്കാരുടെ എണ്ണം ഒരുപാട് കുറഞ്ഞതാണ്. നമ്മൾ മാക്സിമം നമ്മളെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞാലും നമ്മൾ ഈ അവര് വന്ന് ചീപ്പി കൊല്ലുമ്പോഴത്തേക്ക് ഞങ്ങൾ എങ്ങനെയെങ്കിലും പെട്ട് വന്ന് നമ്മളെ കൊല്ലും അവര്. അത് നടക്കുന്ന കാര്യമാണ്. സമൂഹം നിങ്ങളെ ഏത് രീതിയിലാണ് കാണുന്നതെന്നാണ് നിങ്ങളെ തോന്നല്? സൊസൈറ്റി നമ്മളെ വേറൊരു കണ്ണിലാണ് കാണുന്നത്. ഞങ്ങൾ എന്തോ രോഗം പരത്തുന്ന ഒരു ജീവികളായിട്ടാണ് അവര് കാണുന്നത്. അതായത് കൊതുകൊക്കെ എന്തൊക്കെ ചെയ്യുന്നു. കൊതു വന്ന് കുത്തി ബ്ലഡ് എടുത്തുകൊണ്ട് പോയാൽ എന്തൊക്കെ പ്രശ്നങ്ങളാ. ഞങ്ങൾ എന്തെങ്കിലും അസുഖം വരുത്തുന്നുണ്ടോ? ഞങ്ങൾ ആ തലയിൽ ഇച്ചിരി ഇരിക്കും, കുറച്ച് ബ്ലഡ് കുടിക്കും, പിന്നെ ചെറിയൊരു ചൊറച്ചിലും കാണും. അല്ലാതെ ഞങ്ങളെ വേറെ എന്ത് പ്രശ്നം ഉണ്ടാക്കുന്നു? പിന്നെ ചില അമ്മൂമ്മമാര് പറയും, പേൻ കൊല്ലുന്ന സമയത്ത് ഒരു പേൻ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് തറയെ വീണാൽ അവർ പറയും, അയ്യോ തറയുന്നതിന് എടുക്കുക, അല്ലെങ്കിൽ ഭൂമി ദേവിക്ക് ഭാരമാണെന്ന്. ഒരു ഇച്ചിരി ഉള്ള ഒരു ഗ്രാം ഇല്ലാത്ത നമ്മളെയാണ് ഈ പറയുന്നത്. ഒരു മില്ലി പോലും ഇല്ലാത്ത നമ്മളെയാണ് ഈ പറയുന്നത് നമ്മൾ ഭൂമി ദേവിക്ക് ഭാരമാണെന്ന്. അതെങ്ങനെ ശരിയാവും? നേരം നമ്മളുടെ അടുത്ത് കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്തതിന് നന്ദി. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഇനിയും വിളിക്കണം. താങ്ക് യു.